ഹല്ലേലൂയ. അല്പസമയം ചിന്തയ്ക്കാധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട 2 ദൂത് നമുക്ക് വായിച്ച് കേൾപ്പിക്കാമല്ലോ. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യവും വേഗത്തിൽ ഒരാളിന് മൈക്കിൾ കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 19-ാം വചനവും 32-ന്റെ 27-ാമത്തെ വാക്യവും വേഗത്തിൽ ഒരാൾ വായിച്ച് കേൾപ്പിക്കാമല്ലോ. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു. ഓരോരുത്തന് അവനവന്റെ നടപ്പിന് പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിൽ മേലും ദൃഷ്ടി വയ്ക്കുന്നു. വാക്യം 27. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? നല്ല വചനത്തിനായി കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞേ. യിരെമ്യാവിന് വെളിപ്പെട്ട് കിട്ടിയ ഒരു ദൂതാണ് നമ്മളിവിടെ വായിച്ച് കേൾപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിനെ കുറിച്ച് 1-2 കാര്യം പറഞ്ഞ് ഞാൻ ആ ദൂതിലേക്ക് പ്രവേശിക്കുന്നു. യിരെമ്യാവിനെ ദൈവം തെരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച. അമ്മയുടെ ഉദരത്തിൽ പിണ്ടാധാരമായപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. കണ്ണുനീരിൻ്റെ പ്രവാചകനായി ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും ദൈവത്താൽ അഭിഷേകം പ്രാപിക്കപ്പെട്ട യിരെമ്യാവിന് വെളിപ്പെട്ട് കിട്ടിയ ഒരു ദൂതാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും വേദനകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒത്തിരി അഭിഷിക്തന്മാരെ വിളിച്ച് നമ്മുടെ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറയാറുണ്ട്. അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മോട് ആശ്വാസവാക്ക് പറയും. എന്നാൽ നിങ്ങളുടെ എല്ലാ വഴികളും അടയപ്പെട്ട ചില മേഖലകളിൽ മുമ്പോട്ട് പോകുവാൻ സാധ്യതയില്ലാതെ വരുമ്പോൾ ചിലർ അലറി നിലവിളിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആത്മനിയോഗത്തിൽ ഞാനൊരു ദൂത് പറയാം. കഴിയത്തില്ലെന്ന് നീ തള്ളിക്കളഞ്ഞ ചില വിഷയത്തെ, ഒരിക്കലും ഇത് നടക്കത്തില്ലെന്ന് നീ തള്ളിക്കളഞ്ഞ വിഷയം, നീ കൈവിട്ട വിഷയം, ആമേൻ. പരിശുദ്ധാത്മാ പറയുന്നു, ഈ ദൂത് കേൾക്കുന്ന, ഇവിടെ വന്നിരുന്ന് ഈ ദൂത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാ. കാരണം ദൈവം നിനക്കൊരു ഉറപ്പ് തന്നാൽ എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ട്? കാരണം സാധ്യതയില്ലെന്ന് ലോകം നിന്നെ കുറിച്ച് വിധി എഴുതുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്തിൽ വിളിച്ചു പറയാ. നിങ്ങളുടെ കണ്ണുനീരിന്റെ മുൻപിൽ കർത്താവ് ഇന്ന് പകലിൽ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വാക്യം വായിച്ചു, നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകേറിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇതുവരെ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിനകത്താണോ നീ വന്നിരിക്കുന്നതെങ്കിൽ ദൈവം നിന്നോടൊരാലോചന പറഞ്ഞാൽ ആ ആലോചന കൃത്യമായും നിന്റെ മുമ്പിൽ വെളിപ്പെടും. ദൈവം പറയുന്ന ആലോചനയുമുണ്ട്, പിശാച് പറയുന്ന ആലോചനയുമുണ്ട്. ആലോചന ഏതാണെന്ന് ദൈവജനം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ജനം ആരെയും കയറി ആരാധിക്കും. എന്നാൽ
സത്യ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലെ, വിളികേട്ടിറങ്ങിയവനെ, വിളികേട്ട് ഇറങ്ങിയവളെ ദൈവം മാറ്റി നിർത്തത്തില്ല. നിന്റെ അവകാശത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ വിടുതലിനെതിരെ പിശാച് എവിടെ അത് തടവെച്ചാലോ അതിനെ വെട്ടി മാറ്റുവാൻ ഈ ആരാധനയ്ക്ക് കഴിയും, ഈ ഉപവാസത്തിന് കഴിയും. ഉറപ്പുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ നന്നായി കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് ഒരു ദൂത് നിന്നോട് പറഞ്ഞാൽ, ആമേ, ഹല്ലേലൂയ, ഉറപ്പായിട്ട് ഞാൻ ആത്മാവിൽ പറയാ, നിന്റെ ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ, മുന്നിൽ നിൽക്കുന്ന തടസ്സത്തെ ദൈവം വെട്ടിമാറ്റി നിന്റെ മുമ്പിൽ ഒരു വലിയ വിശാലമായ വാതിൽ ദൈവം നിനക്ക് തുറന്നു തരുവാനിടയായി തീരും. നീ പോകേണ്ടുന്ന വഴി ദൈവം നിന്നെ അറിയിക്കും. ആമേൻ. ഒരു ദൈവ പൈതലിന് മുൻപോട്ട് പോകുവാൻ ചില വഴികൾ തടസ്സമായിരിക്കും. ആമേൻ. ചിലർ ഒന്നിലധികം പ്രശ്നങ്ങൾ കൂടിയായിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിനക്കാരോടും പറയുവാൻ കഴിയാത്ത വിഷയത്തിലായിരിക്കാം നീ ആയിരിക്കുന്നത്. എന്നാൽ ദൈവശബ്ദം കേൾക്കുന്ന സ്നേഹിത, പ്രിയ സഹോദരി, നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് നീ കണ്ണുനീരൊഴുകി കരയുന്ന, നീ വിതുമ്പി വിതുമ്പി കരയുന്ന ചില വിഷയത്തിന്റെ മറുപടി 2025 ഈ 9-ാം മാസം, ഈ 2-ാമത്തെ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ ചിലരുടെ മറുപടി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാ. ദൈവം തുറന്ന വഴിയെ മിഷമേൻ ഒരു മനുഷ്യൻ അടയ്ക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷെ മനുഷ്യൻ നിനക്ക് വേണ്ടി തുറന്നു തന്ന വഴി അവൻ നാളെ ആ മനുഷ്യൻ അടച്ചിരിക്കാം. പക്ഷെ പ്രാർത്ഥിച്ച് ദൈവം നിനക്ക് വേണ്ടി തുറന്നു തന്ന വഴിയെ ഒരു മനുഷ്യനോ ഉലകത്തിൽ ഒരു മന്ത്രവാദിക്കോ അത് തൊടാൻ പറ്റത്തില്ല. കാരണം കണ്ണുനീരോടെ നീ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി ചില പുരകളിൽ വെളിപ്പെടാൻ പോകുകയാ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ചില ദൈവമക്കളുടെ ഭവനങ്ങളിൽ സ്വസ്ഥതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. ആരൊക്കെ നിന്റെ പ്രാർത്ഥനയെ തടഞ്ഞാലും, ആരൊക്കെ നിന്റെ മറുപടിയെ തടഞ്ഞു വെച്ചാലോ, ദൈവം ഒരു ദൂത് നിന്നോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഒരു ആലോചന നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേ സ്തോത്രം, നിശ്ചയമായോ ആ വിടുതൽ നിന്റെ മുമ്പിൽ ഉറപ്പായും വെളിപ്പെടുക. ആമേ. മനസ്സിലായവർ കരം തട്ടി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നീ സങ്കടപ്പെട്ട് ഈ ആരാധന വന്നിരുന്ന് കരയുന്ന ഒന്നിലധികം വിഷയങ്ങളുണ്ട്. ആത്മാവ് എന്നോട് പറയുന്നു, കഴിഞ്ഞ ചില ദിനരാത്രങ്ങൾ, ആമേ, ചില വിഷയത്തിന് വേണ്ടി നീയും ദൈവമായ ഒരു അഭേദ്യ ബന്ധത്തിലായിരുന്നുവെങ്കിൽ അതിന്റെ മറുപടി നിന്റെ മുമ്പിൽ വെളിപ്പെട്ടില്ല. തടസ്സമാണോ? ഇന്ന് പകൽ ശക്തമായി ഏറ്റെട്. മനുഷ്യന്റെ വാക്ക് മാറ്, പക്ഷെ ദൈവം ഒരു വാക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുക എന്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു കാര്യം പറയാ, ആലോചന ഇല്ലാത്ത ഇടത്ത് നീ ചെന്നിരുന്ന് കരയരുത്. മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടരുത്. മനുഷ്യന്റെ മുമ്പിൽ ചെന്നിരുന്ന് കരയരുത്. ദൈവത്തിന്റെ സന്നിധി ചെന്നിരുന്ന് കരയണം. ദൈവത്തിന്റെ മുമ്പിൽ കൈ നീട്ടണം. മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടിയാൽ നിന്റെ മുമ്പിൽ ആ കൈ നിരാശപ്പെട്ട് മടക്കി വയ്ക്കാനേ കഴിയത്തുള്ളൂ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടിയവനെ അവൻ വെറും ശൂന്യമായ കൈയാക്കി വെച്ചിട്ടില്ല. കാരണം എൻ്റെ മുമ്പിൽ ഒരു അമ്മയുടെ കണ്ണുനീര്, ആമേ, ചില ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതാ. തൻ്റെ മകൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട്, ആമേ, ഒരു തികഞ്ഞ മദ്യപാനിയായി കഴിഞ്ഞ നാളുകൾ ലോകത്തിൽ കിടക്കുമ്പോൾ, ആമേ സ്തോത്രം,
വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ചില ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിന്ന മകന്റെ നന്മയെ പിശാച് മറച്ചു വെച്ചു. പക്ഷേ ഈ പ്രാർത്ഥന ഹോളിൽ ഈ അമ്മ ഇവിടെ വന്നിരുന്ന് ഉപവസിച്ച് കരഞ്ഞതിന്റെ ഫലമായി കഴിഞ്ഞ മാസം അവന് ഗവൺമെന്റ് നിലവാരത്തിലൊരു ജോലി കർത്താവ് അവന് തുറന്നു കൊടുത്തു. പ്രിയമുള്ള ദൈവ പൈതലേ, നിന്റെ മറുപടിയെ തടഞ്ഞു വെച്ച ചില ശത്രുവിന്റെ മടയിൽ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരയുക. ഇന്ന് പകൽ നീ തയ്യാറായ നിനക്ക് വേണ്ടി ചില വാതിലുകൾ എന്റെ കർത്താവ് തുറക്കുന്നുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത്, നീ ചിന്തിക്കാത്ത മണ്ഡലത്തിൽ എന്റെ കർത്താവ് ഇന്ന് പകൽ ഒരു ദൂത് കൈമാറുകയാ. ഒരത്ഭുത ചില ദൈവജനത്തിന്റെ മേൽ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ചില വെളിപ്പാടുകൾ കാണിക്കുകയാണ്. കൈവിട്ടു പോയ ചില വിഷയങ്ങൾ നിന്നിൽ നിന്ന് നിന്റെ മകളെ നിന്റെ മകനെ നഷ്ടമാക്കി കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കിയ സ്ഥാനത്ത് പ്രാർത്ഥനയിൽ അതിനെ മടക്കി കൊണ്ടുവരുവാൻ, ആ ബന്ധനത്തെ അടിച്ച് നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയൂ. ഓ റബ ശഗലബ. ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞാൽ, എന്റെ കർത്താവ് നിന്നോടൊരു കാര്യം പറഞ്ഞാൽ, ദൈവം പറഞ്ഞ വാക്ക് മാറത്തില്ല. പക്ഷെ മനുഷ്യൻ പറഞ്ഞ വാക്ക് മാറും. ആമേൻ. മനുഷ്യന്റെ വാക്കിന്റെ മുമ്പിൽ നീ വിശ്വസിക്കരുത്. കർത്താവിന്റെ വചനത്തിൽ നീ വിശ്വസിക്ക്. ദൈവത്തിന്റെ വചനത്തിൽ കയറി പിടിച്ചവരാരും ഇന്ന് വരെ നഷ്ടമായി പോയിട്ടില്ല. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ വിഷയം കിടക്കുന്നത് UK-യിലായിരിക്കാം, നിന്റെ വിഷയം കിടക്കുന്നത് അമേരിക്കയിലായിരിക്കാം, നിന്റെ വിഷയം കിടക്കുന്നത് കുവൈറ്റിലായിരിക്കാം, നിന്റെ വിഷയം കിടക്കുന്നത് നോർത്ത് ഇന്ത്യയിലായിരിക്കാം. പക്ഷെ നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടത്ത് ആ മറുപടി കൊണ്ടുവരുക ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന് കഴിയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെ ദൈവത്തിന് നിന്നോടൊരു ദൂത് പറയണമെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് പറയും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ദാസനെ കൊണ്ടുവന്ന് നിന്നോട് ആ ദൂത് അറിയിക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നീ എത്ര കണ്ണുനീരൊഴിച്ച് നിലവിളിച്ച് നീ കരഞ്ഞ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി ഇല്ലാതെ ഈ ദൂത് കേൾക്കുന്ന ദൈവദാസ, ദേശത്തിൽ ഒറ്റപ്പെട്ടവനായി തകർക്കപ്പെട്ടവളായി ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ ഫിലിപ്പോസിനെ മാനിച്ചൊരു ദൈവമുണ്ട്. ഫിലിപ്പോസിനെ മാനിച്ചൊരു ദൈവമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 25-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവം ഫിലിപ്പോസിനോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. യെസ്. അവർ കർത്താവിന്റെ വചനം സ്വീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമരിയാക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയിലേക്കുള്ള നിർജ്ജനമായ വഴിയിൽ പോക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, എങ്ങോട്ടാ? ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിൽ പോക എന്ന് ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവരുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിൽ ഇരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. അടുത്ത് ആത്മാവ് ശ്രദ്ധിച്ചേ, ആത്മാവ് ഫിലിപ്പോസ് എന്ന ദൈവദാസനോട് ഇടപെട്ടിട്ട്
നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. സ്തോത്രം പറയൂ. ഹല്ലേലൂയ. നിന്റെ മിനിസ്ട്രി അവസാനിച്ചു, നിന്റെ ശുശ്രൂഷ അവസാനിച്ചെന്ന് മനുഷ്യൻ നിന്നെ നോക്കി പറഞ്ഞെങ്കിൽ ആത്മാവ് വിളിച്ചു പറയോ, ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത, ഇന്നലെ വരെ സ്വപ്നം പോലും കാണാത്ത അതേ നിലവാരത്തിൽ ദൈവദാസന് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് സമയമായി. ഈ മനുഷ്യൻ എവിടെ നിന്ന് വരുന്ന ആളാ? ആമേ ഹല്ലേലൂയ. രാജകൊട്ടാരത്തിൽ നിന്ന് വരുന്ന ആളാ. ഇന്നലകളിൽ വരെ ഒരു മാന്യതയില്ല. ദൈവദാസനെ ദൈവം മാനിക്കാൻ പോവുക. ഞാൻ ആ ഭാഗത്തുനിന്നൊരു ദൂത് പറയാ. ആമേഹാല് ഓരോരുത്തരും വാക്കുകൾ മാറ്റി പറഞ്ഞ് നിന്നെ കണ്ണുനീര് കുടിപ്പിച്ച് നിന്നെ ഭാരപ്പെടുത്തി തളർത്തി ഒതുക്കി വെച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിയോഗത്തിൽ പറയാ, ആമേ ഹല്ലേലൂയ, നിന്നെ തള്ളിക്കളയുന്നൊരു ദൈവമല്ല. നീ ആരെ കണ്ടിട്ടാ വിട്ടിറങ്ങി വന്നത്? ഇന്നലെ വരെ ഒരു പരിചയമില്ലാത്ത, ഇന്നലകളിൽ വരെ കണ്ടിട്ടില്ലാത്ത ഒരു എത്യോപ്യന്റെ അടുക്കൽ, ആമേ ഒരു ഷണ്ണന്റെ അരികിൽ ആ തേരിൽ ഇരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ഇരുന്ന് വരുന്ന തേരിന്റെ അരികിൽ ചേർന്ന് നടക്കുവാൻ ആത്മാവ് ഫിലിപ്പോസിനോട് ഒരു നിയോഗം കൊടുത്ത്, സ്തോത്രം, നിന്റെ ശുശ്രൂഷയുടെ വാതിൽ ദൈവം തുറക്കാൻ പോവുകയാ. ആമേ അസ്തമിച്ചു പോയെന്ന് പ്രാർത്ഥിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ച ചില വിഷയത്തിന്റെ നടുവിൽ ദൈവ ചില വാതിൽ തുറക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തിൽ ചില ദുർമരണങ്ങളുണ്ട്. നിന്റെ കുടുംബത്തെ കണ്ണുനീരിലാക്കി ദേശത്തെ ജനസമൂഹം നിനക്കെതിരെ എതിർത്തു നിന്നാല് നീ കരയുന്ന നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കാം, എന്നാൽ പ്രാർത്ഥിച്ച് കരയുന്നവനെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. വായിച്ചാട്ടെ. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ആമേ. ഫിലിപ്പോസ് ആത്മനിയോഗത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ആരോടാച്ചാ? ഷണ്ണനോടൊരു ചോദ്യം ചോദിച്ചു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഹല്ലേലൂയ. കണ്ടോ? ശുശ്രൂഷയുടെ വാതിൽ തുറക്കുന്നത് കണ്ടോ? ഷണ്ണന്റെ മറുപടി വായിച്ചേ. ഒരുത്തൻ പൊരുളി തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ആമേ. ഫിലിപ്പോസിനെ ദൈവം കൊണ്ടുവന്ന എന്നത്തിനെന്നറിയുമോ? പൊരുള് തിരിക്കാനാ. ഹല്ലേലൂയ. ഇന്നലകളിൽ വരെ അറിയപ്പെടാതെ കിടന്ന, ഇന്നലകളിൽ വരെ നിന്നെ ശ്രദ്ധിക്കാതെ കിടന്ന, ആമേ സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ ദൈവം മാനിക്കാൻ പോവുകയാ. ആരുടെ മുമ്പിൽ? രാജകൊട്ടാരത്തിൽ നിന്ന്, എത്യോപ്യ രാജ്ഞിയുടെ അടുക്കൽ നിന്ന് വന്ന ആ ഷണ്ണന്റെ തേരിനോട് ചേർന്ന് ദൈവ ഫിലിപ്പോസ് എന്നൊരു അഭിഷിക്തന് ദൈവ തേരിനോട് ചേർത്ത് നടത്തിയെങ്കിൽ അല്പസമയം കഴിയുന്നതിന് മുമ്പ് ആമേ ഷണ്ണൻ ഇരുന്ന തേര് ദൈവം ഫിലിപ്പോസിനെ കയറ്റി. പലരും നിന്നെ ഉപയോഗിച്ച് ആമേ ഹല്ലേലൂയ ഒരു വാഴപ്പിണ്ടി പോലെ വലിച്ചു പുറത്തിട്ടെങ്കിൽ ഉന്നതന്മാരുടെ അരികിലേക്ക് നിന്നെ കൊണ്ട് എത്തിക്കുവാൻ, അവരോട് ചേർന്ന് ആമേ നടക്കുവാൻ, ആമേ പ്രഭുക്കന്മാരോട് ചേർത്ത് ഇരുത്തുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ നിവർത്തുവാൻ, നിന്നെ ഇരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയോ? കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തോ. അടഞ്ഞു പോയ ചില വഴികൾ, നഷ്ടപ്പെട്ടു പോയ ചില നന്മകൾ ഇന്ന് പകൽക്കാലം ദൈവമക്കളുടെ മുമ്പിൽ തുറക്കുകയാ. വിളി ഉള്ളതിനെ, പ്രാർത്ഥന ഉള്ളതിനെ, കണ്ണിനകത്ത് കണ്ണുനീര് നിറയുന്നതിനെ ദൈവം തള്ളിക്കളയത്തില്ല. എത്തിക്കേണ്ടടുത്ത് ദൈവം കൊണ്ടെത്തിക്കും. നിന്റെ മുമ്പിൽ മരണകരമായ വിഷയമായിരിക്കാം ഉയർന്നു നിൽക്കുന്നതെങ്കിലും സാരമില്ല. കാരണം നീ കണ്ണുനീരിനകത്ത് കൊണ്ട്, നീ കണ്ണുനീരിനകത്തിൻ്റെ കർത്താവിൻ്റെ പാദത്തെ നീ കഴുകി വൃത്തിയാക്കാൻ തുടങ്ങിയാൽ ആ മറിയെ മാനിച്ചൊരു ദൈവമുണ്ട്, അവളുടെ കുടുംബത്തെ മാനിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ കൈവിടുന്നൊരു ദൈവമല്ല, നിന്റെ വിളിയുടെ പുറത്തിറങ്ങി വരുന്നവനാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് നിന്റെ സ്വപ്നത്തെ ദൈവം നശിപ്പിക്കത്തില്ല. തീരുമാനമെടുക്കുവാൻ കഴിയാതെ വണ്ണം
നിന്റെ മനസ്സാകുല ചിന്തകളോടുകൂടെയാണോ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ, ഈ ദൈവശബ്ദം എവിടെ ഇരുന്നാണോ ആമേ സ്നേഹിത ദൈവവേദന നീ കേൾക്കുന്നതെങ്കിൽ, ആമേ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ആ പ്രതിസന്ധിക്കകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. വായിച്ചേ. യെസ്. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. യെസ്. തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത്. തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത്. അറിയോ? മതി. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെയോ തലകൾ താഴ്ത്തപ്പെട്ടവരായി, എവിടെയൊക്കെയോ ഒറ്റപ്പെട്ടവനായി, പ്രൈസ് ദി ലോർഡ്, കേട്ടിട്ട് സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത, തിരിച്ചു പ്രതികരിക്കാൻ നിനക്കറിയാം, പക്ഷേ പ്രതികരിക്കാൻ കഴിയാത്ത വാക്കുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിച്ചവിടെ നടുവിൽ. ഓലോ ഹല്ലേലൂയ. ഓമന കോമള വാഗ്ദാനങ്ങൾ നൽകി ആമേ ഹല്ലേലൂയ മരണം വരെയും നിന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ആമേ ഹല്ലേലൂയ നിന്നെ മാർബോട് ചേർത്ത് പിടിച്ചവൻ ഇപ്പോൾ എവിടെ? അവന്റെ പുറകിൽ വ്യാപരിക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ വചനദൂത് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ വണ്ണം നീ ഭാരത്തോടെയാണോ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, ഓമനിച്ച് താലോലിച്ച് വളർത്തിയ നിന്റെ കുഞ്ഞുങ്ങളെ പിശാച് മറ്റൊരു ധ്രുവത്തിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, ഒരപ്പനും അമ്മയ്ക്കും താങ്ങാൻ കഴിയാത്ത വേദന കുടുംബത്തിൽ കടന്നു വരുമ്പോൾ, നിനക്ക് ആശ്രയിപ്പാൻ ഒരിടമുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയാണ്. നമുക്കറിയാം, അപ്പൻ കൈവിട്ട്, അച്ചാച്ചന്മാർ കൈവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വപ്നക്കാരനെ നാറുന്ന സ്ഥലത്തിട്ട് നാറ്റിക്കുവാൻ അച്ചാച്ചന്മാരും ആമേ സ്തോത്രഹല്ലേലൂയ സുഹൃത്തുക്കളുമൊക്കെ കൂടെ ചേർന്ന് ആ പൊട്ടക്കിണറ് തകർത്തെടുത്തിട്ടിട്ടും പണ്ട് കുഞ്ഞുനാളിൽ സ്വപ്നം കൊടുത്തൊരു ദൈവ സ്വർഗീയ പർദീസയിൽ ഇരിപ്പുണ്ട്. തലമുറയില്ലാതിരുന്ന് വർഷങ്ങളോളം നീ കണ്ണുനീരൊഴുകി എന്റെ മുമ്പിൽ കരഞ്ഞില്ലേ? ആ കണ്ണുനീരിന്റെ മറുപടി ഞാൻ നിനക്കൊരു മകന് ഒരു മകളെ തന്നില്ലേ? അത് വളർന്ന് യൗവന പ്രായം കഴിഞ്ഞപ്പോൾ അതിന്റെ നന്മ സന്തോഷിക്കാൻ നിനക്ക് കഴിയാത്ത നിലവാരത്തിൽ പിശാച് അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ, ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം, ആർക്ക് വേണ്ടി ആമേ ഹല്ലേലൂയ ആമേ അധ്വാനിക്കണമെന്ന് പറഞ്ഞ് നീ ഒരു തീരുമാനമെടുത്ത് എല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് നീ പുറകോട്ട് നിൽക്കുമ്പോഴാ ദൈവം ആമേ ഹല്ലേലൂയ മറ്റൊരുത്തനെ നിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത്. സാഹചര്യമെല്ലാം നിനക്ക് ആമേ ഹല്ലേലൂയ ആമേ പ്രതികൂലമായി തീരും. ഒരു നല്ല വാക്ക് പറഞ്ഞ് നിന്നെ സന്തോഷിക്കുക ആരും കാണത്തില്ല. പ്രിയമുള്ള ദൈവ പൈതലേ, ആര് നിന്നെ കൈവിട്ടാലും നിനക്ക് സ്വപ്നം തന്നൊരു ദൈവമുണ്ട്. നീ പ്രാർത്ഥിച്ച് കരയുന്നത് ആരുടെ കൂടെയാ? ഒരു ദിവസം നേരം പുലരുമ്പോൾ ആ പായേൽ ആ ബെറ്റേല് എഴുന്നേറ്റിരുന്ന് രണ്ട് കരവും മലർത്തിപ്പിടിച്ച് ആ ദൈവത്തിന്റെ സന്നിധി കരയുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അത് കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ മുമ്പിൽ ഈ സന്ദേശം കേൾക്കുന്ന സ്നേഹിത, സാത്താൻ പലരെയും രോഗികളായി വീടുകളിലും ആശുപത്രികളിലും അവൻ കിടത്തുമ്പോൾ ഈ വചനം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. എനിക്ക് ഉറപ്പുണ്ട്, ഈ ഭൂമിയിൽ നിന്നെ കണ്ണുനീര് കുടിക്കുവാൻ ദൈവം സാത്താന്റെ കരത്തിൽ ഇട്ട് കൊടുക്കത്തില്ല. അതുകൊണ്ടല്ലേ ഇത്രയും പേരെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നത്. നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് ചുമ്മാ ഇവിടത്തെ ഹോള് കണ്ടുപോകാനല്ല, ഇവിടത്തെ ദൈവദാസന്മാരെ കണ്ടുപോകാനല്ല, ഇവിടെ വന്ന് വിശ്വാസികളെ കണ്ടുപോകാനല്ല, നീ ദൈവത്തെ അനുഭവിപ്പാനാ വന്നത്.
ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാൻ പോവാ. ആമേൻ. നിങ്ങൾ അനുഭവിക്കേണ്ട നന്മയെ പിശാച് കൊള്ളയടിച്ചു കൊണ്ടുപോയെങ്കിൽ അതിനെ തിരിച്ചു മടക്കി 9-ാം മാസം ദൈവം നിന്റെ ഭവനത്തിൽ കൊണ്ടുതരാൻ പോവുകയാ. എന്നറിയോ, നീ അറിയാതെ നിന്റെ ശരീരത്തിൽ രോഗങ്ങൾ കൊണ്ടിട്ട് നിന്നെ ആവശ്യമില്ലാത്ത സാമ്പത്തിക ചിലവിലേക്ക് കൊണ്ടുപോയി നിന്നെ ഒരു കടക്കാരനാക്കി, ഒരു കടക്കാരിയാക്കി, നിന്റെ വീട്ടിൽ സമാധാനവും സന്തോഷമുള്ള വീട്ടിനകത്ത് സ്വസ്ഥതയെ കെടുത്തി സമാധാനത്തെ നശിപ്പിച്ച് ഒരു വാക്കിൽ ഭാര്യയും ഭർത്താവും സംസാരിച്ചു തുടങ്ങി. അത് 2 തർക്കത്തിൽ ചെന്ന് നിന്ന് വീട്ടിനകത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നശിപ്പിച്ച് കളയുവാൻ മറഞ്ഞിരിക്കുന്ന പൈശാചികന്റെ നടുവിൽ ഇന്ന് പ്രാർത്ഥനയോടെ ആരാധനയോടെ ഈ ദൂത് നീ കൈക്കൊള്ളുകയാണെങ്കിൽ നിന്റെ വീട്ടിനകത്ത് കലക്കം കൊണ്ടിടുന്ന, സംശയം കൊണ്ടിടുന്ന ചില ദുരാത്മ മണ്ഡലങ്ങളെ ഇന്ന് പകല് ദൈവം അഴിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 5-ാം വാക്യം കൂടി ഒന്ന് വായിച്ചു തന്നെ. ഉൽപ്പത്തി 37:5. യെസ്. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. ജോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട്, തന്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവീൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ഹലോ, പ്രാർത്ഥിച്ച് കരയുന്ന സഹോദരി, നിന്റെ തല കുനിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ ഒഴുക്കപ്പെട്ട കണ്ണുനീര് തുരുത്തിയില വീണേ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ വാക്കിന്റെ മുമ്പിൽ നീ വേദനിച്ച് കണ്ണുനീര് കുടിച്ച് ഈ ദൂത് നീ കേട്ടുകൊണ്ടിരിക്കുകയാ. കാരണം നിന്നെ മാനിക്കുന്നൊരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം സ്വപ്നം കൊടുത്തവൻ അറിയാം നാളെ നിന്നെ ആരാക്കി മാറ്റണമെന്ന്. ആമേൻ, സ്തോത്രം. നിന്റെ വഴി ഇവിടെ പിശാചടച്ചാൽ നിനക്ക് വേണ്ടി കന്ദക്ക എത്യോപ്യ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്നും ആമേൻ ഉന്നതനെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്റെ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവാണ് വലിയവനെന്ന് ഇന്ന് നന്ദി പറയത്തക്ക നിലവാരത്തിൽ നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് കഴിയോ? കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? നിന്റെ രക്തബന്ധങ്ങൾ നിന്നെ വിട്ട് അകന്നുപോയാലോ, നിന്റെ സ്നേഹിതർ നിന്നെ വിട്ട് മാറിപ്പോയാലോ, അവൻ നിന്നോട് ദൂത് പറഞ്ഞൊരു ദൈവമുണ്ട്. അവൻ നിന്നോട് ആലോചന പറഞ്ഞൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരികയാ. ശാപവാക്കുകൾ പറഞ്ഞ് നിന്നെ ശപിച്ചവർ, പുറത്തിറങ്ങാൻ കഴിയാത്ത വാക്കുകൾ കൊണ്ട് നിന്നെ ദിനം പ്രതി ബുദ്ധിമുട്ടിച്ചവർ, നിന്റെ കാൽ പിടിച്ച് നമസ്കരിച്ച് വരുന്ന നാളുകൾ അടുക്കാൻ പോവുക. ഞാൻ ഉറപ്പോടെ ധൈര്യത്തോടെ പറയാം, 2025 വർഷം 9-ാം മാസം ഈ ദൂത് യൂട്യൂബിലും എൻ്റെ മുമ്പിലിരുന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ദൈവജനമേ, 9-ാം മാസം 30-ാം തീയതിക്കുള്ളിൽ ദൈവം ചിലരുടെ മറുപടി നിന്റെ മുമ്പിലേക്ക് ദൈവം എത്തിക്കും. നിന്റെ മുന്നിൽ നിന്ന് മാറ്റേണ്ട തടസ്സത്തെ ദൈവം മാറ്റും. വെളിപ്പെടേണ്ട നന്മയെ ദൈവം കൊണ്ടുവരും. കാരണം പിശാച് അടച്ചു വെച്ചതിനെ ദൈവം മാറ്റും. പകരം നീ ആഗ്രഹിച്ചത് ദൈവം നിന്റെ മുമ്പിൽ തുറക്കും. ഹല്ലേലൂയ. ചേട്ടന്മാർ ജോസഫിനെ വിറ്റു. ദൈവം അവനെ എന്ത് ചെയ്തു? മന്ത്രി കസേരയിലേക്ക് കൊണ്ടുവന്നു. കുണ്ടറയിൽ 14 വർഷം. പെട്ടെന്ന് ആളെ വിട്ട് ദൈവം എവിടെ വരുത്തി? തമ്പുരാൻ രാജാവിനൊരു സ്വപ്നം ഇട്ടു കൊടുത്തു. എൻ്റെ പൊന്ന് ബ്രദറെ, ജോസഫിന് പണ്ട് കുഞ്ഞുനാളിലൊരു സ്വപ്നം കിട്ടിയെന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാവിന് ദൈവം മനസ്സിലാക്കി കൊടുത്തു.
വേറൊരു സ്വപ്നം രാജാവ് ഇട്ടുകൊടുത്തു. കൊട്ടാരത്തിലെ പണ്ഡിതനും പാമരനും ഉന്നതന്മാർക്കും മന്ത്രിമാർക്കും മന്ത്രവാദികൾക്ക് സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ കഴിയാതെ വന്നപ്പോൾ മറ്റൊരുത്തനിൽ കൂടി ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, സ്വപ്നം പണ്ട് വ്യാഖ്യാനിച്ച ഒരുവൻ കുണ്ടറയിൽ കിടപ്പുണ്ട്, കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട്, അവനെ കൊണ്ടുവരിക കൊട്ടാരത്തിൽ, അവൻ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കും. യെസ്, ഹല്ലേലൂയ. സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ ദൈവം കൊടുത്ത കൃപ ആമേ ജോസഫിന്റെ അകത്തുണ്ടെങ്കിൽ ഈ ദൂത് കേൾക്കുന്ന ചില ജോസഫുമാരെ ആമേ ഹല്ലേലൂയ നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് സമയമായി. ഈ 9-ാം മാസം 30-ാം തീയതിക്കുള്ളിൽ ചിലരുടെ മറുപടി നിങ്ങളുടെ ഭവനങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാ. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ആമേൻ. ഇരമ്യാവിൽ കൂടി ദൈവത്തിന്റെ അരുളപ്പാട് നമ്മൾ കേട്ടു. ഹല്ലേലൂയ. ആമേ സ്തോത്രം. 32 ഇരമ്യാവ് 32:27 ഇങ്ങനെയാണ് വായിച്ചത്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹലോ, എൻ്റെ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എന്ത് വിഷയത്തിൽ ഏതിനാലാണോ നീ ഭാരപ്പെടുന്നത്? ഉറപ്പോടെ ധൈര്യത്തോടെ പറയാം, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നിന്റെ മനസ്സ് ചഞ്ചലിച്ചു പോകരുത്. ദൈവത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു കൊടുക്കുക. നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ദൈവം കൊണ്ടെത്തിക്കും. അതല്ല എങ്കിൽ നീ അതിൻ്റെ പുറകെ ഓടരുത്. ദൈവം തന്നതാണെങ്കിൽ, ദൈവം നിനക്ക് തന്നതാണെങ്കിൽ അത് നിന്റെ അടുക്കൽ തന്നെ വരും. അതിന് എത്ര മന്ത്രവാദികളെ കൊണ്ട് മന്ത്രവാദം ചെയ്താലും, ആരൊക്കെ കൊണ്ട് എന്തൊക്കെ നുണകൾ പറഞ്ഞുണ്ടാക്കിയാലും, ദൈവം നിനക്ക് തന്ന ബന്ധമാണെങ്കിൽ, ദൈവം നിനക്ക് തന്ന നന്മയാണെങ്കിൽ, എത്ര അകലെ കിടക്കുന്ന വിഷയമായാലും നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് അത് വെളിപ്പെടും. സാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. കരങ്ങളെ അടിച്ച്. എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ എല്ലാവരും കരമടിച്ച് ആരംഭിച്ചു. എല്ലാ കൂടെയുള്ളതാ. എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ദൈവം എന്നെ എല്ലാ സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. എല്ലും കോലും മുഖയില്ലായി നീ ഭാരം പ്രയാസങ്ങൾ വന്നില്ല. എന്റെ എല്ലാ സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ.